ലാൽ, ഇത് നിയമസഭയ്ക്കകത്ത് കോൺഗ്രസ് നയിക്കുന്ന UDF-നോടുള്ള രാഷ്ട്രീയ മറുപടിയുണ്ട് മുഖ്യമന്ത്രിയുടേതായിട്ട്. അവിടെയാണ് അദ്ദേഹം പറഞ്ഞ ഞാൻ തുടക്കത്തിൽ കാട്ടിയതുപോലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രിമാർ വലിയ പരാജയം ഏറ്റുവാങ്ങിയവരോട് അത് പറയുമോ, ആ ഉപദേശം നൽകുമോ എന്ന് ചോദിച്ചുകൊണ്ട് കോൺഗ്രസിനോട് രാഷ്ട്രീയമായി മറുപടി പറയുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ ഒരു ഭാഗത്ത് കണ്ടു. അതേസമയം തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇടയിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം CPIM വോട്ടുകൾ BJP-യിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുന്ന നിലയിലുള്ള ഇപ്പോൾ അധികം ചർച്ച ചെയ്യുന്ന ഒരു ഭാഗത്തെ ഉദാഹരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിൽ നിന്നൊരു പരാമർശം അദ്ദേഹത്തിലേക്ക് വന്നു. അവിടെ അദ്ദേഹം പറഞ്ഞത് എല്ലാ വശങ്ങളും, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും വിശദമായി തന്നെ CPIM പരിശോധിക്കും, LDF ആ നിലയിൽ വിലയിരുത്തി തന്നെ മുന്നോട്ട് പോകും എന്ന മറ്റൊരു വിശദീകരണവും മുഖ്യമന്ത്രിയുടേതായ ഭാഗത്ത് നിന്ന് സഭയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്ന് ലാൽകുമാർ മനസ്സിലാക്കുന്നത് എന്താണ്, ധരിക്കുന്നത് എന്താണ്? ഈ പരാജയത്തെ രാഷ്ട്രീയമായി വിലയിരുത്തിക്കൊണ്ട് തന്നെ അതേസമയം തന്നെ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും അതിൻ്റെ ഗൗരവമായ ആഴങ്ങളിലേക്ക്, സൂക്ഷ്മതയിലേക്ക് പോയി പരിശോധിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു പാർട്ടിയെയോ മുന്നണിയെയോ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ, വിശദീകരണത്തിലൂടെ ലാൽ കാണുന്നുണ്ടോ? നോക്കൂ, ഇവിടെ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി വന്നിരിക്കുന്ന ഏറ്റവും മെയിൻ കാര്യം എന്താണെന്നുള്ളതാണ് ചോദ്യം. അത് BJP ഒരു സീറ്റ് പിടിച്ചു എന്നുള്ളതാണ് അതിനകത്തെ ഉത്തരം. അതെ, അതിൻ്റെ ഉത്തരം പ്രകടമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നൊരു കാര്യമാണ്, അതിനകത്ത് മാറ്റമില്ലാത്തൊരു കാര്യമാണ്. BJP ഒരു സീറ്റ് പിടിക്കുന്നു. ഇതും നമ്മുടെ BJP-യുടെ വളർച്ചയും തമ്മിലുള്ളൊരു കമ്പാരിസനാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ അണ്ടർലൈനിങ് ഫാക്റ്റ്. കാര്യം, കേരള സമൂഹത്തിന് മൊത്തത്തിൽ BJP-യെ അകറ്റി നിർത്തുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. പൊതുസമൂഹം പൊതുവേ BJP വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ എക്സ്പ്ലിസിറ്റാണ്. അതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ BJP-ക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് അത് ഞാനൊരു കണക്ക് വെച്ച് ഞാൻ പറയാം. നോക്കൂ, ഇപ്പം പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് എടുത്തു കഴിഞ്ഞാൽ ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഈ പ്രാവശ്യം 15 കിട്ടിയാൽ അടുത്ത പ്രാവശ്യം 16 ആവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിഫറൻസസ് വരും. അത് തിരിച്ച് 15ലേക്ക് വരും. ഇതൊക്കെ വളരെ നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണുന്ന കാര്യമാണ്. പക്ഷേ സംസ്ഥാനത്തെ ഭരണത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പോളിസി മാറ്റേഴ്സിൽ ഇടപാട് അല്ലെങ്കിൽ ഇടപെടൽ നടത്തത്തക്ക രീതിയിലുള്ള ഒരു പാർട്ടിയായി മാറുന്നിടത്താണ് അതിനൊരു സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത് അല്ലെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയും. അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള തുടക്കം യഥാർത്ഥത്തിൽ BJP-ക്ക് കിട്ടിയത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ നിയമം തിരഞ്ഞെടുപ്പിലാണ്. അതിന് നമ്മൾ ക്രിട്ടിക്കൽ നമ്പർ എന്ന് ബേസിക്കലി പറയും. എന്നുവെച്ചാൽ ക്രിട്ടിക്കൽ മിനിമം ഫോർ എ പാർട്ടി ടു ഗ്രോ ഇൻ എ സ്റ്റേറ്റ്. അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് സീറ്റ് കിട്ടിയാൽ ഒക്കത്തില്ല, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ജയിച്ചാൽ ഒക്കത്തില്ല, 2 ജില്ലാ പഞ്ചായത്ത് ജയിച്ചാൽ ഒക്കത്തില്ല. അപ്പം അതിന് മേളിലുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത്. അതിന് നമ്മൾ ഗ്രോത്തിൻ്റെ ക്രിട്ടിക്കൽ മിനിമം നമ്പറാണ്. ആ ക്രിട്ടിക്കൽ മിനിമം നമ്പർ അവർ നിയമത്ത് നേടിയിരുന്നു. ആ നിയമത്ത് നേടിയതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണെന്നുള്ളത് ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ നമ്മൾ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷതയാണ്. മതനിരപേക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മതനിരപേക്ഷതയെക്കുറിച്ച് പറയുമ്പോൾ BJP-ക്ക് ആദ്യം കിട്ടിയ പ്ലാറ്റ്ഫോം അവർ കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോം എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ചെയ്തത്. അവരായിട്ട് ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തില്ല. അവർ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഉണ്ടായിരുന്ന പ്ലാറ്റ്ഫോം അവരങ്ങ് ഹൈജാക്ക് ചെയ്തു, അല്ലേ? അതല്ലേ സംഭവിച്ചത്? അതുപോലെ അടുത്ത കേരളത്തിൻ്റെ ചരിത്രത്തിൽ നോക്കൂ, താമര അടയാളത്തിൽ ഒരു ഇലക്ഷൻ അവർ ജയിച്ചിട്ടില്ല. നിയമസഭയിലേക്കാണെങ്കിലും അല്ലെങ്കിൽ പാർലമെൻറ്റിലേക്കാണെങ്കിലും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോമിൽ മാത്രമേ ജയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനൊരു കാര്യം നമ്മൾ അങ്ങോട്ട് പറയുമ്പം കോൺഗ്രസിന് മറുപടിയില്ല, അതൊരിക്കലും ഒരു മിണ്ടത്തേയില്ല. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യം എടുത്ത് നോക്കൂ. ആ ക്രിട്ടിക്കൽ മിനിമത്തിലേക്ക് എത്താൻ ഇപ്പം സുനിൽകുമാർ അവിടെ BJP സ്ഥാനാർത്ഥി വരുമ്പം സുനിൽകുമാർ അതിഗംഭീരമായി പെർഫോം ചെയ്യുന്നു. സുനിൽകുമാറിൻ്റെ പെർഫോമൻസ് മോശമൊന്നുമല്ല, അദ്ദേഹത്തിന് വോട്ട് കൂടുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതേ സ്ഥാനത്ത് എന്താണ് കോൺഗ്രസിന് സംഭവിച്ചത്? ആ ക്രിട്ടിക്കൽ മിനിമം നമ്പറിലേക്ക് അല്ല പാർലമെൻറ്റിൻ്റെ ഇലക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ക്രിട്ടിക്കൽ മിനിമം എത്താനുള്ള ആദ്യത്തെ സീറ്റ് അവർക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം കോൺഗ്രസ് അവിടെ നടത്തി. നോക്കൂ, യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാർ വെളിയിൽ വന്ന് നമ്മളോട് പറയുന്നത് എന്താണ്?
യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാർ പറയുന്നത് പ്രതാപനും കൂട്ടരും തോപ്പിച്ചു എന്നല്ലേ പറയുന്നത്. പിണറായി വിജയൻ തോപ്പിച്ചു എന്നല്ലല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ ആൾ പറയുന്നത്. ഈ പറയുന്ന അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന മുരളീധരൻ്റെ മൗനം, അദ്ദേഹം പൊതുരംഗത്തു നിന്ന് വിട്ടുനിൽക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ പുത്രൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് നിർത്തുന്നു എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകേണ്ടി വരുന്നു. അത് CPM-നോടുള്ള വൈരാഗ്യം കൊണ്ടല്ലല്ലോ അദ്ദേഹം പൊതുപ്രവർത്തനം നിർത്തി അകത്തേക്ക് പോകുന്നത്, അല്ല വീടിനകത്തേക്ക് പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിനകത്തെ സമുന്നതനായ നേതാവായിരുന്ന കെ കരുണാകരൻ്റെ മകളെ BJP കൊണ്ടുപോകുന്നു. നമ്മൾ കണ്ടില്ലേ അത്? എന്നിട്ട് കെ കരുണാകരൻ്റെ മോൾ അപ്പുറത്തിരുന്ന് ഇപ്പുറത്തോട്ട് പണിയുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ അവരുടെ രാഷ്ട്രീയം, വ്യക്തിപരം. പക്ഷേ എൻ്റെ പോയിന്റ്, ആ ക്രിട്ടിക്കൽ മിനിമത്തിലേക്ക് എത്താൻ BJP എപ്പോഴും സഹായിക്കുന്നത് കോൺഗ്രസ് ആണെന്നുള്ളതാണ്. അതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്. 2, താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. നോക്കൂ, BJP സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വളരെയധികം പ്രബലൻ്റായി നിൽക്കുന്ന ഒരു കാര്യമാണ്. കാര്യം, നമ്മൾ ഐഡിയോളജിക്കലി BJPക്ക് ഫേവറബിളായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല. നോക്കൂ, രാജ്യം മൊത്തം BJP ഭരിക്കുമ്പോഴും കേരളത്തിൽ ഒരു സീറ്റ് കിട്ടാൻ പാടുപെടുന്ന BJPയെ നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മുടെ അടിസ്ഥാന രാഷ്ട്രീയം എന്ന് പറയുന്നത് BJPയെ ഒഴിവാക്കി നിർത്തേണ്ട ഒരു രാഷ്ട്രീയമായി നമ്മൾ ഒരു ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. അവിടെ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഇടപെടരുത്, അല്ലെങ്കിൽ ഇതായി പോവും. അത് BJPക്ക് അനുകൂലമായിട്ട് വരാം, അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് വരാം, CPM-ന് അനുകൂലമായിട്ട് വരാം. പക്ഷേ ഒരു കാരണവശാലും BJP അനുകൂലമായ ഒരു രാഷ്ട്രീയ നിലപാട് സംസ്ഥാനം എടുക്കത്തില്ല. ആ മനസ്സുള്ള ഒരു സമൂഹം യഥാർത്ഥത്തിൽ രാജ്യം മൊത്തം BJP ഭരിക്കാൻ പോകുന്നു, ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നമുക്ക് കിടക്കപ്പുറതി ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നു. പക്ഷേ നോക്കൂ, BJP വന്നു കഴിഞ്ഞ് ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ നാഷണൽ പൊളിറ്റിക്സിലേക്ക് നോക്കുമ്പം ഈ പറയുന്ന ഒരു നാഷണൽ ലെവലിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് നടത്താനുള്ള ഒരു സബ്സ്റ്റാൻഷ്യൽ നമ്പർ CPM-നില്ല. അത് ഒരു സംശയവും ഇല്ല, കാര്യത്തിലില്ല. നമ്മളത് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല.